तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത ആണ് നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന അധ്യായം 9-ാമത്തെ അധ്യായമാണ് രാജവിദ്യ രാജഗുഹ്യ യോഗം. കഴിഞ്ഞ ദിവസം 14-ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 15-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു ഇനിയുള്ള അധ്യായങ്ങൾ വളരെ രഹസ്യമാണ്. ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാര പർമ്മനി. അശ്രദ്ധദാന പുരുഷ, ഭഗവാൻ പരമപുരുഷനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ആ വ്യക്തി ഈ പ്രകൃതിക്കും ഉപരിയാണ്. ഈ ഭൗതിക പ്രകൃതിയിലല്ല അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഈ ഭൗതിക പ്രകൃതി സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്. ഈ ഭൗതിക പ്രകൃതിയെ സംരക്ഷിക്കുന്നതും ഭഗവാനാണ്. പക്ഷെ ഞാൻ ഈ ഭൗതിക പ്രകൃതിയിലില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഭൗതിക പ്രകൃതിയുടെ ഒരു ഭാഗമല്ല എന്ന് ഭഗവാൻ വ്യക്തമായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു. നചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നച്ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. ഭഗവാൻ ഈ ഭൗതിക സൃഷ്ടി നടത്തുന്നു, പക്ഷേ ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിയുടെ ഭാഗമല്ല. ഭൗതിക പ്രകൃതിക്കും ഉപരിയായിട്ടുള്ള ആത്മീയ വ്യക്തിത്വമാണ് ഭഗവാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആത്മീയ വ്യക്തിയായിട്ടുള്ള ഭഗവാനെ അംഗീകരിക്കുന്നവരാണ് ഭക്തന്മാർ. ഭഗവാനെ ഒരു വ്യക്തിയായി കണ്ട് ആരാധിക്കുന്നവരാണ് ഭക്തന്മാർ. ഇപ്പൊ ഭഗവാൻ പരമപുരുഷനാണ്, എല്ലാ ജീവജാലങ്ങളുടെയും ഉടമസ്ഥനാണ് അല്ലെങ്കിൽ സൃഷ്ടാവാണ് എന്ന് മനസ്സിലാക്കി ഭഗവാൻ ശ്രീകൃഷ്ണനെ നിരന്തരം ആരാധിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ സാധാരണ വ്യക്തികളല്ല എന്നും ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ മഹാത്മാക്കളാണ്. പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ തിരിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തികൾ. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. നേരത്തെയും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7-ാമത്തെ അധ്യായത്തിൽ. ഒരുപാട് ജന്മങ്ങളിലൂടെ പുണ്യമാർജിച്ചു കഴിഞ്ഞാൽ, ശുദ്ധീകരണം നേടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾ മഹാത്മാക്കളാണെന്ന് അവിടെയും 7-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്. ഇവിടെയും ഭഗവാൻ പറയുന്നു 13-ാമത്തെ അധ്യായത്തിലും, മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിം അവ്യം. അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനെ എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടമായിട്ട് മനസ്സിലാക്കി, ഈ പ്രപഞ്ചത്തിന് ഉപരിയായിട്ടുള്ള വ്യക്തിയായിട്ട് മനസ്സിലാക്കി, തുടർച്ചയായിട്ട് ഭജന്തി അനന്യ മനസ്സും, നിരന്തരമായിട്ട് ഭഗവാനെ ഭജിക്കുന്ന ആളുകളാണ് യഥാർത്ഥ മഹാത്മാക്കൾ എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ദൈവിക പ്രകൃതിയെ ആശ്രയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ആസുരിക പ്രകൃതി ബാധിക്കുന്നില്ല. ഭഗവാനെ അംഗീകരിക്കാത്തവരെയാണ് ആസുരിക പ്രകൃതി ബാധിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് ഭഗവാനെ അംഗീകരിക്കാത്ത അവർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യക്തിത്വത്തിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാർ തുടർച്ചയായിട്ട് ഭഗവാന്റെ നാമജപം
നാമസങ്കീർത്തനം, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ സംസാരിക്കുന്നു, ഭഗവാനെ കീർത്തിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നു, ഭഗവാനെ നമസ്കരിക്കുന്നു. അങ്ങനെ നിത്യമായിട്ട് അവർക്ക് ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കും. എങ്ങനെയാണ് അവർക്ക് ഭഗവാനെ നിത്യമായിട്ട് ഉപാസിക്കാൻ സാധിക്കുന്നത്? അവര് ദൈവിക പ്രകൃതിയുടെ സംരക്ഷണത്തിലാണ്. അസുരിക പ്രകൃതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനെ ആരാധിക്കാൻ സാധിക്കില്ല. അപ്പൊ അസുരിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്ന് വിട്ട്, മഹാമായയുടെ പിടുത്തത്തിൽ നിന്ന് വിട്ട്, യോഗമായയുടെ സംരക്ഷണത്തിൽ അഭയം തേടിയിട്ടുള്ളവർക്കാണ് തുടർച്ചയായിട്ട് ഭഗവാനെ സേവിക്കാൻ സാധിക്കുന്നത്. അല്ല, അതിനു വേണ്ടിയിട്ടാണ്, ആ യോഗമായയുടെ ആശ്രയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നമ്മൾ ജപിക്കുന്നു. അതിൽ ഹരേ എന്ന് പറയുന്നത് ഈ യോഗമായ ശക്തിയാണ്. യോഗമായ ശക്തിയാണ് നമ്മൾ വിളിക്കുന്നത്. ഭഗവാന്റെ സേവനത്തിലേക്ക് എന്നെ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ യോഗമായയോട് പ്രാർത്ഥിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് യോഗമായയുടെ സംരക്ഷണം ലഭിക്കുന്നത്. ആ സംരക്ഷണത്തിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലാതെ ആസുരിക പ്രകൃതിയിൽ തന്നെ, ഈ ഭൗതിക പ്രകൃതിയിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാന്റെ സേവനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നാമജപമാണ് ഭഗവാന്റെ സേവനം ലഭിക്കുന്നതിനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ മഹാത്മാക്കളെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു. നിരന്തരമായിട്ട് ഭഗവാനെ സേവിക്കുന്ന മഹാത്മാക്കളെ കുറിച്ചാണ്, ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചാണ് 13-14 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് 15-ാമത്തെ ശ്ലോകമാണ്. ആ 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തുന്നതിന് മുന്നേയുള്ള ആളുകൾ, മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന, എന്നാൽ ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കാത്ത ആളുകൾ, ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നു, പക്ഷെ അവർ ഭക്തിയോഗത്തിലേക്ക് എത്തിയിട്ടില്ല. ഭക്തിയോഗത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കൂ. ഭക്ത്യാമാം അഭിജാനാദി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതിനു മുന്നേയുള്ള ആളുകളെ കുറിച്ചാണ് ഈ 15-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. ജ്ഞാനയജ്ഞേന ചാപ്പി അന്യേ യജന്തോ മാം ഉപാസതേ, ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. അവർ യഥാർത്ഥ മഹാത്മാവ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. മഹാത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തന്മാരാണ്. പക്ഷെ ഭക്തിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന, വ്യത്യസ്തമായിട്ടുള്ള ആരാധനകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചാണ് ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അത് നമ്മൾക്ക് വായിക്കാം. വിവർത്തനവും ഭാവാർത്ഥവും വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ജയശ്രീ മാധവി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ, ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. വിവർത്തനം. ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശ്വതോമുഖനായും ആരാധിക്കുന്നു. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. മുൻ ശ്ലോകങ്ങളുടെ സംഗ്രഹമാണ് ഈ ശ്ലോകം. തികഞ്ഞ കൃഷ്ണാവബോധമുള്ള കൃഷ്ണനെ ഒഴികെ മറ്റൊന്നും അറിയാത്ത ആളാണ് മഹാത്മാവെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മഹാത്മാവായില്ലെങ്കിൽ കൂടി പല വിധത്തിലും കൃഷ്ണനെ ആരാധിക്കുന്ന മറ്റു ചിലരുണ്ട്. ഇവരിൽ ചിലരാണ് ആർത്തൻ, ദരിദ്രൻ, ജ്ഞാനി, ജിജ്ഞാസു എന്നിവർ. അവർക്കു താഴെയുള്ള 3 തരക്കാരെ എടുത്തു കാട്ടുകയാണിവിടെ. ഒന്നാമത്, ഭഗവാനും താനും ഭിന്നരല്ലെന്ന ബോധത്തോടെ ആത്മാരാധന ചെയ്യുന്നവർ. 2, ഭഗവാനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ വിഭാവനം ചെയ്ത് അതിനെ ആരാധിക്കുന്നവർ. 3, ഭഗവാന്റെ വിശ്വരൂപത്തെ ആരാധിക്കുന്നവർ. തങ്ങൾ അദ്വൈതികളെന്ന് വിചാരിച്ച് സ്വയം ഭഗവാനാണെന്ന ഭാവേന ആത്മാരാധന ചെയ്യുന്നവരാണ് ഏറ്റവും താഴ്ന്ന പടിയിൽ നിൽക്കുന്നത്. ഇവർ എണ്ണത്തിൽ കൂടുതലാണ്.
ഇക്കൂട്ടർ തങ്ങൾ തന്നെ ഭഗവാൻ എന്ന് സ്വയം ചിന്തിക്കുന്നവരാണ്. ഈ മനോഭാവത്തോടെ അവർ അവരെ തന്നെ ആരാധിക്കുന്നു. ഇതും ഒരുവിധം ഈശ്വര ആരാധന തന്നെ. തങ്ങൾ യഥാർത്ഥത്തിൽ ഭൗതിക ശരീരമല്ലെന്നും ആത്മാവാണെന്നും അവർക്ക് ബോധമുണ്ടല്ലോ. പൊതുവെ നിരാകാരവാദികൾ ഭഗവാനെ ആരാധിക്കുന്നത് ഈ വിധത്തിലാണ്. ദേവോപാസകരുടേതാണ് രണ്ടാമത്തെ വിഭാഗം. ഏതു രൂപത്തെയും ഭഗവത് രൂപമാണെന്നവർ ഭാവനയിൽ കൽപ്പിക്കും. മൂന്നാമത്തെ വകുപ്പിൽപ്പെട്ടവർക്ക് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് അതീതമായി ഒന്നിനെയും സങ്കല്പിക്കാനാവില്ല. അവർ പ്രപഞ്ചത്തെ ഉത്കൃഷ്ടമായ ജീവവസ്തു എന്ന് കരുതി അതിനെ ആരാധിക്കുന്നു. പ്രപഞ്ചവും ഭഗവാന്റെ ഒരു രൂപം തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ആ മഹാത്മാവ് എന്നുള്ള സ്റ്റേജിൽ എത്തുന്നതിന്റെ മുന്നേയുള്ള വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. മഹാത്മാവാകുന്നത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ. ഒരുപാട് ജന്മത്തിലെ പുണ്യപ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഭഗവത് സേവനം കൊണ്ട് ബഹുനാം ജ്ഞാനതപസാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഒരുപാട് ജന്മത്തിലെ ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടുമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വ്യക്തിത്വം മനസ്സിലാക്കുന്നത്. വാസുദേവ സർവമിതി, ഭഗവാൻ വാസുദേവനാണ് എല്ലാറ്റിൻ്റെയും കാരണം എന്ന് മനസ്സിലാക്കുന്നത് ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷമാണ്. ഒരുപാട് ജന്മത്തിലെ ജ്ഞാനാർജനം കൊണ്ടാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ്, ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് മഹാത്മാവ് എന്ന് അവിടെ പറയുന്നത്. ആ മഹാത്മാവ് എപ്പോഴും ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചു. ഭജന്തി അനന്യ മനസ്സോ സതതം കീർത്തയന്തോമാം. അവരെപ്പോഴും ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ആ സ്റ്റേജിൽ എത്താത്ത വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവർ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് കൊണ്ട് അവർ ഭക്തി മാർഗത്തിൽ എത്തിയിട്ടില്ല. ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ, ഭഗവാനിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഭക്തിയുഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനു മുന്നേയുള്ള ആളുകൾ എന്തെല്ലാം ആരാധനയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് 15ാമത്തെ ശ്ലോകത്തില്. ജ്ഞാനയജ്ഞേന ചാപ്യന്നെ, ജ്ഞാനമാർഗത്തിലാണ് അവർ സഞ്ചരിക്കുന്നത്. യജന്തോ മാം ഉപാസതേ. അപ്പൊ ജ്ഞാനമാർഗത്തിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസമാണ്. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് എന്തറിയാം? ഞാൻ ശരീരമല്ല, ഞാൻ ശരീരം നശിച്ചാലും നിലനിൽക്കുന്ന ആത്മാവാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അത് ജ്ഞാനമാർഗത്തിന്റെ ഒരു ഫലമാണ്. ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ബോധം അവർക്കുണ്ടാകും. അതുകൊണ്ട് ഇവരെല്ലാവരും ആത്മീയവാദികൾ തന്നെയാണ്. ഭൗതിക നിലവാരത്തിൽ ചിന്തിക്കുന്ന സാധാരണ ആളുകളല്ല. ഇവരെല്ലാവരും ആത്മാവ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. പക്ഷെ അവർ ഭഗവാനെ മനസ്സിലാക്കിയിട്ടില്ല. അവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ചു, പക്ഷെ ഈശ്വര സാക്ഷാത്കാരം ലഭിച്ചിട്ടില്ല. അവർ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ പല രൂപത്തിലാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പല വിധത്തിലുള്ള ആരാധനകൾ അവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനിലേക്ക് അവരെത്താത്തത് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈശ്വര ആരാധന ചെയ്യുന്ന ആളുകളാണ് അവരെന്ന് പറയുന്നത്. യജതോ മാം ഉപാസതേ, ഭഗവാൻ എന്ന് കരുതിയിട്ട് അവർ വ്യത്യസ്തമായിട്ടുള്ള ആരാധനകൾ ചെയ്യുന്നു. എങ്ങനെയൊക്കെയാണ് അവർ ആരാധന ചെയ്യുന്നത് എന്ന് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ആളുകളെ കുറിച്ച് ഭഗവാൻ പറയുന്നു. ഭാവാർത്ഥത്തിൽ ശീലപ്രഭുപാദർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. ഏകത്വേന എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള ഭാവത്തിൽ ആരാധന ചെയ്യുന്ന ആളുകളാണ്. അഹം ഗ്രഹോപാസന എന്ന് ശീലപ്രഭുപാദർ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അഹം ഗ്രഹോപാസന, ഞാൻ തന്നെ ഈശ്വരൻ. അപ്പൊ അവർക്ക് ഈശ്വരൻ ഉണ്ടെന്ന് അറിയാം, ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള കാര്യമൊക്കെ അറിയാം. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമപുരുഷനാണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അവര് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് ആരാധന ചെയ്യുന്നു. അഹംഗ്രഹോപാസന എന്നാണ് അതിന് പേര് പറയുന്നത്.
അത് ഒരു തരത്തിലുള്ള ഒരു ആരാധനയാണെന്ന് പറയുന്നു. പിന്നീട് പൃഥക്ത്വേന ബഹുധ, വ്യത്യസ്തമായിട്ടുള്ള ബഹുധ, വ്യത്യസ്ത രൂപങ്ങളിലുള്ളതൊക്കെ ഈശ്വരനാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ആളുകൾ. ആര് വിചാരിക്കുന്നത് എല്ലാ ദേവീദേവന്മാരും ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. എല്ലാ ദേവീദേവന്മാരും ഭഗവാന്റെ വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് ഏത് ദേവനെയും ദേവിയെയും നമ്മൾക്ക് ആരെയാണോ ഇഷ്ടമുള്ളത്, ഒരു ഇഷ്ടദേവതയെ എടുത്ത് അങ്ങോട്ട് ആരാധിച്ചാൽ മതി. അത് ഈശ്വരനെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഭഗവത്ഗീതയിൽ ഇത് വളരെ വ്യക്തമായിട്ട് വ്യത്യസ്തമാണ് എന്ന് പറയുന്നുണ്ട്. ദേവതാരാധനയും ഈശ്വര ആരാധനയും ഒന്നല്ല എന്ന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? അന്തവത്തു ഫലം തേഷാം തദ്ഭവത്തി അല്പമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്തോ യാന്തി മാമഭി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ബുദ്ധി കുറഞ്ഞ ആളുകളാണ് ദേവന്മാരെ ആരാധിക്കുന്നത് എന്നവിടെ ഭഗവാൻ പറയുന്നുണ്ട്. കാമേസ്തേർ ഹൃദജ്ഞാന പ്രപദ്യന്തേ അന്യദേവത. ഈ ഭൗതിക പ്രകൃതിയിലുള്ള പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് ആകർഷിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. കാമേസ്തേർ ഹൃദജ്ഞാന, കാമം കൊണ്ട്, ഭൗതിക ആഗ്രഹങ്ങൾ കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ് ഈശ്വരൻ ദേവന്മാരാണെന്ന് വിചാരിച്ചിട്ട് ആരാധിക്കുന്നു. അവർ ദേവന്മാരുടെ നിലവാരത്തിൽ എത്തിയിട്ടുള്ളൂ. അവരുടെ ബോധം ദേവന്മാരുടെ നിലവാരത്തിലാണ്. എല്ലാ ദേവന്മാരും ഈശ്വരന്റെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്ന് വിചാരിച്ചവര് ആരാധിക്കുന്നു. അതിനാണ് പൃഥക്ത്വേന ബഹുധ എന്ന് പറഞ്ഞത്. വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഭഗവാന്റെ രൂപം തന്നെയാണ്. അതുകൊണ്ട് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ ആരാധിക്കാം. ഈ പ്രകൃതിയിൽ കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ രൂപമാണ് എന്ന് പറയുന്ന ആളുകളാണ്. അപ്പൊ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് അതൊക്കെ ശരിയാണെന്ന് തോന്നും. പക്ഷെ അതിൽ വ്യത്യാസമുണ്ട്. കാരണം ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഭഗവാൻ ഈ പ്രകൃതിയെ സൃഷ്ടിച്ച വ്യക്തിയാണ്, അല്ലാതെ ഭഗവാൻ ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രകൃതിയിലെ ദേവന്മാരെ ആരാധിക്കുന്നത് ഈശ്വര ആരാധനയ്ക്ക് തുല്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആരാധനകളും ഉണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തിയോഗത്തിലേക്ക് എത്തുന്നതിന്റെ മുന്നേ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ഇങ്ങനെയുള്ള വ്യത്യസ്ത ഫിലോസഫിയൊക്കെ പറയുന്നത് കേൾക്കാം, ഇങ്ങനെ വ്യത്യസ്ത ആരാധനയൊക്കെ ചെയ്യുന്നത് കേൾക്കാം. അപ്പൊ യഥാർത്ഥ ബുദ്ധി ഉറയ്ക്കാത്തവര് ഇങ്ങനെയുള്ള മാർഗങ്ങളിലൊക്കെ ആകൃഷ്ടരായി പോകാറുണ്ട്. വ്യത്യസ്ത ആരാധനാ രീതികളുണ്ട്, അതിലൊക്കെ അവർ ആകർഷിക്കപ്പെട്ടു പോകും. അത് നേരത്തെ തന്നെ 2-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹ്യനന്ദാശ ബുദ്ധയോ അവ്യവസായന. ഭഗവാനിൽ ബുദ്ധി ഉറയ്ക്കാത്തവര്, അവർക്ക് ബഹുശാഖ, ഒരുപാട് ശാഖകളായിട്ടാണ് അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഓരോരോ ആരാധന അവർ പരീക്ഷിച്ചു നോക്കും, അല്ലെ? ഏതിലാണോ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അതാണ് നല്ല ആരാധന എന്നാണ് അവർ വിചാരിക്കുന്നത്, അല്ലെ? കുട്ടിച്ചാത്തനെ ആരാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, അപ്പൊ പിന്നെ കുട്ടിച്ചാത്തനെ ആരാധിക്കാമെന്ന് വിചാരിക്കും. അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളാണ്. അതൊന്നും യഥാർത്ഥത്തിലുള്ള ഈശ്വര ആരാധനയല്ല. ഇതൊക്കെ മറ്റു തരത്തിലുള്ള ബുദ്ധി ഭഗവാനിൽ ഉറക്കാത്തവരുടെ വ്യത്യസ്ത രീതികളാണ്. അവരങ്ങനെ അവരുടെ മനസ്സ് പല രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. ബഹുശാഖാഹി അനന്താശ, അവരുടെ മനസ്സ് അങ്ങനെ അനന്തമായിട്ട് പല രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. പല പല ആരാധനകൾ അവർ പരീക്ഷിച്ചു നോക്കും. അവർ മിക്കവാറും റിസൾട്ടിനെ ആശ്രയിച്ചിട്ടായിരിക്കും ആരാധിക്കുന്നത്, അല്ലെ? ഇന്ന സ്ഥലത്ത് വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ റിസൾട്ട് കിട്ടും, അതുകൊണ്ട് അവിടെ ആരാധന ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയും. പക്ഷെ ഭഗവാന്റെ ആരാധന അങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത്. ഭഗവാന്റെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് അടുക്കുന്നതിനാണ് നമ്മളെ സഹായിക്കുന്നത്. അതിന് ഏറ്റവും വലിയ റിസൾട്ടാണ് കിട്ടുന്നത്, അല്ലെ? ഇന്ന് ചെയ്തതിന് നാളെ ഫലം എന്നുള്ള രീതിയിലല്ലാതെ പ്രവർത്തിക്കുന്നത്. അത് ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിക്കാനും ഭഗവാനോട് സ്നേഹപൂർവ്വം സേവനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വലിയ വലിയ റിസൾട്ടുകളാണുള്ളത്. അതുകൊണ്ട്
ഇന്ന് ചെയ്ത കാര്യത്തിന് നാളെ റിസൾട്ട് കിട്ടിയില്ല എന്നും വരാം. നമ്മൾ ക്ഷമയോടുകൂടി വീണ്ടും വീണ്ടും ഫലം പ്രതീക്ഷിക്കാതെ ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്. ആ നിലവാരത്തിൽ എത്താത്തവരെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. പിന്നീട് അപ്പൊ രണ്ടു കൂട്ടരെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് ആരാധിക്കുന്ന ആളുകൾ. പിന്നീട് ബഹുധ, വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഭഗവാന്റെ രൂപം തന്നെയാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ആളുകൾ. ഇനി വിശ്വതോമുഖം. വിശ്വതോമുഖം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ്. ഈ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ, മുഴുവൻ പ്രപഞ്ചം. അല്ലെ, വിശ്വരൂപത്തിനെ ആരാധിക്കുന്ന ആളുകൾ, അതും ആളുകളിൽ കൂടുതലാണ്. അപ്പം എന്തുകൊണ്ടാണ് സാധാരണ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നുള്ള നിലവാരത്തിലേക്ക് എത്താൻ ആളുകൾക്ക് സംശയം ഉണ്ടാവുന്നത്? കാരണം ഒരു സാധാരണ മനുഷ്യനെ പോലെയുള്ള ഒരു വ്യക്തി, 2 കൈകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ പോലെ 2 കൈകൾ മാത്രമുള്ള ഭഗവാൻ ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും ഉറവിടമാണ് എന്നുള്ള കാര്യം വിശ്വസിക്കാൻ ആളുകൾക്ക് പ്രയാസമുണ്ടാകും. അത് ഭഗവാന്റെ ആത്മീയ ശക്തി അറിയാത്തത് കൊണ്ടാണ്. ആത്മീയ ശക്തി അറിയുന്നത് വരെ അവരങ്ങനെ വിചാരിക്കും, ഈ പ്രപഞ്ചം വിശ്വരൂപമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്, അതുകൊണ്ട് വിശ്വരൂപത്തിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് വിചാരിക്കും. അല്ലെ, ബ്രഹ്മാവിന് പോലും സംശയമുണ്ടായിരുന്നു. ഭഗവാൻ വൃന്ദാവനത്തിൽ കാലിമേച്ച് നടക്കുന്ന സമയത്ത് ഈ കാലിമേച്ച് നടക്കുന്ന പയ്യനാണോ ഈശ്വരൻ? ബ്രഹ്മാവ് വിഷ്ണുവിനെയാണ് അതുവരെ ആരാധിച്ചിരുന്നത്. അപ്പോൾ വിഷ്ണുവിന് 2 കൈകൾ കൂടി എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ഒരു കൈയും എക്സ്ട്രാ ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തി, ഒരു സാധാരണ രൂപത്തിലിരിക്കുന്ന വ്യക്തി പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ് എന്നുള്ള ആ വിശ്വാസത്തിലേക്ക് എത്തുന്നത് ഒരുപാട് ജന്മത്തിലെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷമാണ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ വ്യത്യസ്ത ആരാധനകൾ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നു. ബഹുധ വിശ്വതോമുഖം, വിശ്വരൂപമാണ് ഏറ്റവും വലുതായിട്ടുള്ളത് എന്ന് വിചാരിച്ചവര് ഈ വിശ്വത്തിനെ തന്നെ ആരാധിക്കും. മുഴുവൻ പ്രപഞ്ചം, അതാണ് ഈശ്വരൻ, ഈ പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ട് അവര് ഈ മുഴുവൻ പ്രപഞ്ചത്തിനെ ആരാധിക്കുന്ന ആളുകൾ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആരാധനാ രീതികളുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്, ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത് ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തുന്നതിന്റെ മുന്നേയുള്ള സ്റ്റേജാണ്. ഓക്കെ, യെസ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ശ്ലോകം വായിക്കാം. കൃഷ്ണ പ്രഭു. യെസ്, ജലജ മാതാജി പറഞ്ഞോളൂ. പ്രഭു, ബ്രഹ്മ വിമോചന ഇത് പറഞ്ഞല്ലോ, അപ്പൊ അതിൽ ബ്രഹ്മാവ് വിഷ്ണുവിനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ ബ്രഹ്മസംഹിത എപ്പോഴാ പറയുന്നത്? യെസ്, ബ്രഹ്മസംഹിത നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ താൽക്കാലികമായിട്ട് ബ്രഹ്മാവും മോഹിതനായി തീരുകയാണ് ചെയ്യുന്നത്. അത് ഭഗവാന്റെ ഒരു യോഗമായ ശക്തിയാണ്. ഭഗവാന്റെ ലീലയ്ക്ക് വേണ്ടി ബ്രഹ്മാവ് താൽക്കാലികമായിട്ട് വിഭ്രമത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. അത് കാണിക്കുന്നത് ബ്രഹ്മാവും എപ്പോഴും മോഹിതനാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മായാശക്തിക്ക് അധീനനാകാൻ സാധ്യതയുണ്ട് ബ്രഹ്മാവും. ബ്രഹ്മാവ് പോലും ഭഗവാനെ മറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലും അത് ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ട് ബ്രഹ്മാവ് മറന്നുപോയി. അർജുനൻ അതേപോലെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അർജുനനും ഭഗവാന്റെ നിത്യപാർഷദനാണ്. എല്ലാ ജന്മങ്ങളിലും ഭഗവാന്റെ കൂടെ വരുന്നതും ഭഗവത്ഗീത, ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങളൊക്കെ പറയുന്നതും കേൾക്കുന്ന വ്യക്തിയാണ് അർജുനൻ. പക്ഷെ അർജുനനും അത് മറന്നുപോയി എന്ന് ഭഗവത്ഗീത വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് 4-ാമത്തെ അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്നത്, അതെങ്ങനെയാണ് അങ്ങ് സൂര്യദേവന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്? അർജുനോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അഭയം. ഈ ഭഗവത്ഗീത ഞാൻ ആദ്യമായിട്ടല്ല പറയുന്നത്. പണ്ട് പുരാണകാലത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യദേവന് ഞാൻ ഇത് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടെ അർജുനനുണ്ടായിരുന്നു. അർജുനൻ മറ്റൊരു രൂപത്തിലുണ്ടായിരുന്നു. പക്ഷേ അത് അർജുനൻ മറന്നുപോയി അല്ലെ. അപ്പം ജീവാത്മാക്കളൊക്കെ മറവിക്ക് വിധേയനാണ്. ഭഗവാന് മാത്രമേ ഒരിക്കലും നശിക്കാത്ത ഓർമ്മശക്തിയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഭഗവാന്റെ ശരീരം ആത്മീയമാണ്. ഭഗവാൻ ഒരിക്കലും ശരീരം മാറുന്നില്ല.
ജീവാത്മാക്കൾ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ അവർക്ക് ഓർക്കാൻ സാധിക്കുന്നില്ല. Thank you, Prabhuji. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഹരി- 18 അധ്യായം ഭഗവത്ഗീത ഒരു ദിവസം മൊത്തം ശ്ലോകം വായിക്കാൻ എത്ര സമയം വേണ്ടി വരും? അങ്ങനെ വായിക്കാൻ പാടുണ്ടോ? ഹരേ കൃഷ്ണ. യെസ്, അത് നമ്മളിപ്പോ വായിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സംശയമാണോ? അല്ല പ്രഭുജി, അത് അങ്ങനെയല്ല. ഭഗവത്ഗീത അങ്ങനെ വായിക്കാൻ വായിച്ചുമായിട്ടുള്ള സംശയം അല്ല. ഞാനിത് ചോദിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം. ഇത് ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. വായിച്ചുമായിട്ടുള്ള സംശയമല്ല. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, സാധാരണഗതിയിൽ നമ്മൾ ഭഗവത്ഗീത ഗീതാ ജയന്തിക്കൊക്കെ വായിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവരും ഏകാദശിക്ക് ഭഗവത്ഗീത കംപ്ലീറ്റ് വായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എത്ര സമയം എടുക്കുന്നുണ്ട്? 2.5 മണിക്കൂറിലധികം എടുക്കും അല്ലെ? 2.5 മണിക്കൂർ എടുക്കും ഭഗവത്ഗീത ഫുള്ള് വായിക്കുന്നത്. താങ്ക് യു. അങ്ങനെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് അങ്ങനെ ഭഗവത്ഗീത 18 അധ്യായം ഒരു 7 ദിവസമൊക്കെ അടുപ്പിച്ച് അങ്ങനെ വായിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ വായിച്ചുകൂടെ? ഭഗവത്ഗീത എപ്പോഴും വായിക്കാം. ഭഗവത്ഗീത എത്ര വായിച്ചു കഴിഞ്ഞാലും നല്ലതാണ്. അതിന് കുഴപ്പമുണ്ടെന്ന് എവിടെയാണ് പറഞ്ഞത്? അല്ല, ചോദിക്കുകയാണ്. കുഴപ്പമുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടല്ല. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവത്ഗീതനെ അങ്ങനെ മുറുകെ പിടിക്കുന്നു. അപ്പൊ അത് ഒരു ഭയങ്കര വിഷമമൊക്കെ ഉള്ള ഒരു മാതാജിയാണ് ഞാൻ. അപ്പൊ 18 ദിവസം അടുപ്പിച്ച് ഭഗവത്ഗീത വായിച്ചോളാം. ഭഗവാനെ, എനിക്ക് ദുരിതങ്ങളൊന്ന് കുറച്ച് തരണേ, അങ്ങനെ ദുരിതങ്ങളിൽ നിന്നുള്ള മുൻജന്മദോഷം തീർക്കണേ ഭഗവാനെ കൃഷ്ണ അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ വായിക്കാൻ പാടുണ്ടോ ഒരു മനസ്സിന്റെ ഒരു ഇത് ചോദിച്ചാണ്. ക്ഷമിക്കണം തെറ്റാണെങ്കിൽ. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഭഗവത്ഗീത എത്ര വായിച്ചു കഴിഞ്ഞാലും നല്ലതാണ്. അത് വായിക്കുന്നതിനൊരു ദോഷമില്ല. 18 അധ്യായം മുഴുവൻ ശ്ലോകങ്ങൾ വായിക്കുന്നതിന് 2.5-2.25 മണിക്കൂർ എടുക്കും. അങ്ങനെ എല്ലാ ദിവസവും വായിക്കാം. അതിനുശേഷം നമ്മൾ നാമം ജപിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഈ നാമം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കലിയുഗത്തിൽ നമുക്ക് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഭഗവത്ഗീത 18 അധ്യായം വായിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ നാമജപം എന്തായാലും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവിധ ദോഷങ്ങളും കലിയുഗത്തിൽ മാറുന്നത് എന്ന് ശാസ്ത്രത്തിൽ എടുത്തു പറയുന്നുണ്ട് അല്ലെ? കലവും ദോഷനിതേ രാജൻ ഹസ്തിക്കേതോ മഹദാൻ ഗുണാൻ. കലിയുഗത്തിൽ ദോഷമില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും വിഷമമൊക്കെ ഉണ്ട് അല്ല? വിഷമില്ലാത്ത ആരാണുള്ളത്? എല്ലാവർക്കും വിഷമമുണ്ട്. അപ്പൊ അതിനുള്ള മോചന മാർഗം എന്താണ്? ഈ ഹരേ കൃഷ്ണ മന്ത്രമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ഷോഡശകാം നാം കലികന്മഷനാശനം. കലിയുഗം കൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം ഹരേ കൃഷ്ണ മന്ത്രമാണ്. ഹരേ കൃഷ്ണ മന്ത്രമാണ് നമ്മൾ തുടർച്ചയായിട്ട് ജപിക്കേണ്ടത്. അതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നത് ആ ഹരേ കൃഷ്ണ മന്ത്രത്തിലുള്ള വിശ്വാസം ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ദിവസവും നമ്മൾ ശീലപ്രഭാതർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിക്കുന്നത് ആ ഭക്തിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്, അപ്പം ഈ ശ്ലോകം നമ്മൾ പറഞ്ഞു. 15-ാമത്തെ അധ്യായം. ജ്ഞാനയോഗത്തിൽ പുരോഗമിക്കുന്നവർ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആരാധനകൾ ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായി. ഇനി ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ജ്ഞാനയോഗത്തിൽ സഞ്ചരിക്കുന്നവർക്കും ഭഗവാനോട് അടുക്കാൻ വേണ്ടി ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ ഭഗവാൻ പറയുന്നുണ്ട്. വിഭൂതി യോഗം വ്യത്യസ്തമായിട്ട് 10-ാമത്തെ അധ്യായത്തിൽ, അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് വിശദമായിട്ട്. അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഭൗതികമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഭഗവാനോട് അടുക്കാൻ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ സഹായിക്കും. വിഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഐശ്വര്യങ്ങൾ കാണുന്നുണ്ട്.
ഈ ഭൗതിക ലോകത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഐശ്വര്യങ്ങളെയാണ് വിഭൂതികൾ എന്ന് പറയുന്നത്. ആ വിഭൂതികളിലൂടെ നമ്മൾക്ക് ആദ്യം ഭഗവാനെ കാണാൻ സാധിക്കും, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ഭഗവാന്റെ ആത്മീയ രൂപത്തിനെ കാണുന്നത്. നമ്മുടെ മനസ്സ് ഭൗതികമായി ചിന്തിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന കാര്യങ്ങളിലും ഭഗവാന്റെ ശക്തിയുണ്ട്, അത് ഭഗവാന്റെ പ്രതിനിധിയാണ് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഭഗവാനോട് നമ്മൾക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. അങ്ങനെ ജ്ഞാനമാർഗത്തിൽ നിന്ന് നമ്മൾക്ക് ഭക്തി മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെ അതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്, വിഭൂതികളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത് 16ാമത്തെ ശ്ലോകത്തിൽ അഹം ക്രതുരഹം യജ്ഞ സ്വദാഹം അഹം ഔഷധം മന്ത്രോഹം അഹമേവാജ്യം അഹം അഗ്നി അഹം ഹുതം എന്ന് പറയുന്നു. ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളിലും യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഹവിസ്സിലും അതിനുപയോഗിക്കുന്ന വേദമന്ത്രങ്ങളിലും എല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ശ്ലോകം നമ്മൾക്ക് വായിക്കാം, അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. 16ാമത്തെ ശ്ലോകം വായിച്ചോളും, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിച്ചോട്ടെ? ഹരേ കൃഷ്ണ. യെസ്, നളിന കുമാരി മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഹം ക്രതുരഹം യജ്ഞ സ്വധാഹമഹമൗഷധം മന്ത്രോഹമഹമേവാജ്യം അഹമഗ്നിരഹം ഹുതം. വിവർത്തനം. ക്രിയയും യജ്ഞവും ഞാനാകുന്നു. പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ. അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ. ഭാവാർത്ഥം. ജ്യോതിഷ്ഠോമം എന്ന വൈദിക യജ്ഞവും കൃഷ്ണനാണ്. സ്മൃതിപ്രോക്തമായ മഹായജ്ഞവും അങ്ങനെ തന്നെ. പിതൃക്കളുടെ തൃപ്തിക്കായി കൊണ്ട് ചെയ്യുന്ന ബലിക്രിയകൾ അഥവാ ആഹൂതികൾ ശുദ്ധീകൃതമായ ഘൃതരൂപത്തിലുള്ള ഒരുതരം ഔഷധമാണ്, അതും കൃഷ്ണനാണ്. ഇതിനായി ജപിക്കുന്ന മന്ത്രങ്ങളും കൃഷ്ണൻ തന്നെ. യജ്ഞത്തിലേക്കുള്ള പാല് കൊണ്ടുണ്ടാക്കുന്ന വിവിധ തരം ഹവിസുകളും കൃഷ്ണനാണ്. പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നിയാകട്ടെ കൃഷ്ണന്റെ വിവിധ ശക്തികളിലൊന്നാകയാൽ അതും കൃഷ്ണൻ തന്നെ. എന്തിന്, വേദങ്ങൾ കർമ്മകാണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ യജ്ഞങ്ങളും കൃഷ്ണനാകുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നവർ വേദോക്ത യജ്ഞങ്ങളെല്ലാം തന്നെ അനുഷ്ഠിച്ചവരാണെന്ന് മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു നളിന കുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഭഗവാൻ ഇവിടെ പറയുന്നു അഹം ക്രതുരഹം യജ്ഞ സ്വദാഹം അഹം ഔഷധം മന്ത്രോഹം അഹമേവാജ്യ അഹം അഗ്നി അഹം ഹുതം. ഭഗവാനെ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണുന്നതിന് സഹായിക്കുന്നതാണ് ഭഗവാൻ ഇവിടെ പറയുന്ന വിഭൂതികൾ. ഭഗവാൻ ഇവിടെ പറയുന്നത് അഹം ക്രതുരഹം യജ്ഞം, വൈദികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഭഗവാന്റെ പ്രതിനിധികളാണ് എന്നാണ്. അല്ല, വൈദികമായിട്ടുള്ള ക്രിയകൾ കാണുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് ഭഗവാനെയാണ്. അല്ലെങ്കിൽ ആ ക്രിയകളിലൂടെയൊക്കെ നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്? ഭഗവാനെ തന്നെയാണ്. ഭഗവാനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ആ യജ്ഞങ്ങളൊക്കെ ഭഗവാന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭഗവത്ഗീതയിലെ തന്നെ ഭഗവാൻ 5ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭോക്താരം യജ്ഞതപസം. എല്ലാ യജ്ഞങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ വേദങ്ങളിൽ നിർദ്ദേശിക്കുന്ന എല്ലാ യജ്ഞങ്ങളും വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഇവിടെ ശീലപ്രഭാതർ പറയുന്നുണ്ട് ജ്യോതിഷ്ഠോമം തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങൾ. ആ യജ്ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ആരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ യജ്ഞങ്ങളിൽ ജപിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള മന്ത്രവും ഭഗവാൻ തന്നെയാണ് പറയുന്നത്. മന്ത്രോഹം. എല്ലാ മന്ത്രങ്ങളും ഭഗവാനെ കുറിക്കുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാർക്കുള്ള മന്ത്രമാണെങ്കിൽ പോലും അതിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അല്ലെ. ഓരോ യജ്ഞങ്ങളിൽ ഓരോ ദേവന്മാർക്കുള്ള മന്ത്രമാണ് നമ്മൾ കാണുന്നത്. ഇന്ദ്രന്, ചന്ദ്രന്, വരുണന്, ഇങ്ങനെയുള്ള ദേവന്മാരെ സ്തുതിക്കുന്ന മന്ത്രങ്ങളാണ് നമ്മൾ വേദത്തിന്റെ കർമ്മകാണ്ഡങ്ങളിൽ കാണുന്നത്. പക്ഷെ അതിലൊക്കെ ആദ്യം ഭഗവാന്റെ സാന്നിധ്യമുണ്ട്.
ഭഗവാന്റെ സാന്നിധ്യം ഓംകാരത്തിന്റെ രൂപത്തിലുണ്ട്. എല്ലാ മന്ത്രങ്ങളുടെയും ആദ്യം എന്തുണ്ടാകും? ഓംകാരം ഉണ്ടാകും, അല്ലെ? ഓം ഇന്ദ്രായ സ്വാഹ, ഓം വരുണായ സ്വാഹ എന്ന് പറഞ്ഞിട്ടാണ് ഈ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത്. അപ്പൊ അതിൽ ഓം എന്ന് പറയുന്നത് ആരാണ്? ഓം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണു ആണ്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. അത് ഭഗവാൻ ഇവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട്, പ്രണവ സർവവേദേഷു, എല്ലാ വേദങ്ങളിലുള്ള എല്ലാ വേദമന്ത്രങ്ങളിലുമുള്ള പ്രണവ ശബ്ദം, ഓംകാരം, അത് ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭഗവാന് കൊടുക്കാതെ, ഭഗവാന് സമർപ്പിക്കാതെ ഒരു യജ്ഞവും പൂർത്തിയാക്കുന്നില്ല, അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ വേദമന്ത്രങ്ങളിലും ആദ്യം തന്നെ ഓംകാരം കൊടുത്തിട്ടുള്ളത്. ആ ഓംകാരം സൂചിപ്പിക്കുന്നത് ആരെയാണ്? ഭഗവാനെയാണ്. ഭഗവാൻ ഇത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വേദ മന്ത്രങ്ങൾ ചൊല്ലി യജ്ഞങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പൊ എല്ലാ യജ്ഞങ്ങളും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ മന്ത്രങ്ങളും, വേദങ്ങളിലെ എല്ലാ മന്ത്രങ്ങളും ഭഗവാനെ കുറിച്ചാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് വേദമന്ത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ. വേദമന്ത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം ആരെയാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാണ്. പക്ഷെ അത് എല്ലാവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് പലരും പല കാലം എടുത്തിട്ടാണ്, പല സമയം എടുത്തിട്ടാണ് അത് ഭഗവാനെ സാക്ഷാത്കരിക്കുന്നത്. പക്ഷെ ഈ വേദമന്ത്രങ്ങളുടെ ഉദ്ദേശം നമ്മൾ ഭഗവാനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അതിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഇവിടെ നമ്മൾ ഭഗവാൻ പറഞ്ഞു തരികയാണ്. മന്ത്രോഹം അഹമേവാജ്യ അഹം അഗ്നിരഹം ഹുതം. ആ യജ്ഞങ്ങളിൽ സമർപ്പിക്കുന്ന വസ്തുക്കളൊക്കെ, നെയ്യ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കളൊക്കെ, ഹവിസ്സുകളൊക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യജ്ഞത്തിനായിട്ട് സമർപ്പിക്കുന്ന എല്ലാം യജ്ഞം തന്നെയാണ്, അതെല്ലാം ആത്മീയമാണ് എന്ന്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാത്മോ ബ്രഹ്മണാഹുതം ബ്രഹ്മേവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഭഗവാനെ പോലെ തന്നെ ആത്മീയമായിട്ട് മാറുന്നു എന്ന് പറയും. അതാണ് ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് വ്യത്യാസം? ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആത്മീയമായി, ഭഗവാനുമായിട്ട് ബന്ധം നമ്മൾ കാണുന്നില്ലെങ്കിൽ അത് ഭൗതികമായി. അപ്പൊ നമ്മുടെ ചിന്തകളെ മുഴുവൻ ആത്മീയമാക്കി മാറ്റാനാണ് ഇവിടെ മാറ്റാനുള്ള വഴിയാണ് ഭഗവാൻ പറഞ്ഞത്. നമ്മുടെ ചിന്തകൾ മുഴുവൻ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യിക്കുക, അതാണ് യോഗം എന്ന് പറയുന്നത്, രാജവിദ്യ. എല്ലാ വസ്തുക്കളിലും നമുക്ക് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ വ്യത്യസ്ത കാര്യങ്ങളുടെ എടുത്തു പറയുന്നത്. അതിൻ്റെയൊക്കെ പുറകിൽ ഞാനുണ്ട് എന്ന് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വീണ്ടും ഭഗവാന്റെ വ്യത്യസ്ത വിഭൂതികൾ അടുത്ത ശ്ലോകങ്ങളിലും പറയുന്നുണ്ട്. 17ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നുണ്ട്, പിതാഹമസ്യ ജഗതോ മാതാധാതാ പിതാമഹ വേദ്യം പവിത്രമോംകാര സാമ യജുരേവച. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 17ാമത്തെ ശ്ലോകം. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ. വായിച്ചോട്ടെ പ്രഭുജി? ശോഭന മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്ലോകം 17. പിതാഹമസ്യ ജഗതോ മാതാ ദാദാ പിതാമഹഃ വേദ്യം പവിത്രമോംകാര വത്സാമയജുരേവച. ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋഗ് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. ഭാവാർത്ഥം: സകല ചരാചരങ്ങളും അടങ്ങിയ പ്രത്യക്ഷ പ്രപഞ്ചം മുഴുവൻ കൃഷ്ണന്റെ ശക്തികളുടെ വിവിധ പ്രവർത്തനങ്ങളാണ്. ഭൗതിക ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്ത ജീവാത്മാക്കളുമായി വിവിധ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അവരെല്ലാം കൃഷ്ണന്റെ തടസ്ഥ ശക്തികൾ മാത്രം. പ്രകൃതി സർഗത്തിൽ അവർ നമ്മുടെ മാതാപിതാക്കളോ പിതാമഹന്മാരോ
സൃഷ്ടാക്കളോ ഒക്കെ ആയിത്തീരുന്നുവെങ്കിലും കൃഷ്ണന്റെ വിഭിന്ന അംശങ്ങൾ തന്നെ. അതുകൊണ്ട് അച്ഛൻ, അമ്മ എന്നീ നിലകളിൽ പ്രത്യക്ഷപ്പെടുന്ന ജീവാത്മാക്കളെല്ലാം കൃഷ്ണനല്ലാതെ മറ്റാരുമല്ല. ദാദ എന്ന പദം സൃഷ്ടാവ് എന്ന അർത്ഥത്തെ കുറിക്കുന്നു. മാതാപിതാക്കൾ മാത്രമല്ല സൃഷ്ടാക്കൾ. പിതാമഹന്മാർ തുടങ്ങിയവരെല്ലാം കൃഷ്ണന്റെ അംശങ്ങൾ തന്നെ. വാസ്തവത്തിൽ ഏതൊരു ജീവാത്മാവും കൃഷ്ണന്റെ വിഭിന്ന അംശമാകയാൽ കൃഷ്ണൻ തന്നെ. എല്ലാ വേദങ്ങളുടെയും ലക്ഷ്യം കൃഷ്ണനാണ്. വേദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം കൃഷ്ണ അവബോധത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് മാത്രമേ ആകുന്നുള്ളൂ. വിശേഷിച്ച് നമ്മുടെ മൂലസ്വരൂപത്തെ പവിത്രീകരിക്കാൻ ഉതകുന്ന വിഷയം കൃഷ്ണൻ തന്നെ. അങ്ങനെ സകല വേദപ്രമാണങ്ങളെയും ഉൾക്കൊള്ളാൻ വെമ്പുന്ന ജീവാത്മാവും കൃഷ്ണന്റെ അംശമാകയാൽ കൃഷ്ണൻ തന്നെ. വൈദിക മന്ത്രങ്ങളിൽ വെച്ച് പ്രണവം എന്ന ഓംകാരം അതീന്ദ്രിയമായൊരു നാദസ്പന്ദനമാണ്. അതും കൃഷ്ണൻ തന്നെ. ഋഗ്, സാമം, യജുസ്, അഥർവം എന്നീ വേദങ്ങളിലെ എല്ലാ മന്ത്രങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് പ്രണവമാണ്. അതുകൊണ്ട് പ്രണവവും കൃഷ്ണൻ തന്നെയെന്ന് മനസ്സിലാക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശോഭന മാതാജി. ഇവിടെ ഭഗവാൻ പറയുന്നു, പിതാമഹസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രം ഓങ്കാരം ഋക് സാമ യജുരേവച. എല്ലാവരുടെയും പിതാവായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അത് രണ്ട് രീതിയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളെ നമ്മൾക്ക് നൽകിയിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് അല്ലെ. അപ്പൊ അവരെ നമ്മൾ ഭഗവാനെ പോലെ തന്നെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ നമ്മൾക്ക് നൽകിയിട്ടുള്ളത് ഭഗവാനാണ്. ഭഗവാന്റെ ശക്തിയിലാണ് അവരും പ്രവർത്തിക്കുന്നത്. മറ്റൊരു രീതിയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ തന്നെയാണ് എല്ലാ ജീവാത്മാക്കളുടെയും പിതാവ് എന്നുള്ള കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത. ഒരു ജീവാത്മാവ് ഒരു ജീവശരീരത്തിലേക്ക് ആ ജീവൻ വരുന്നത് ഭഗവാനിൽ നിന്നാണ്. മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിന്റെ, ഒരു കുട്ടിയുടെ ശരീരം മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ. അതിന് ജീവൻ കൊടുക്കുന്നത് ആരാണ്? ജീവൻ കൊടുക്കുന്നത് ഭഗവാനാണ്. കാരണം ഭഗവാന്റെ അംശമാണ് ജീവൻ. എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ പിതാവ്, എല്ലാ ജീവജാലങ്ങളിലും ആ ഗർഭത്തിൽ ജീവനെ നിക്ഷേപിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാൻ ജീവൻ കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിന് പിന്നെ ജീവൻ ഉണ്ടാവില്ല, ആ ശരീരം വളരുകയില്ല. അപ്പം യഥാർത്ഥത്തിൽ പിതാവായിട്ടിരിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ പിതാവ് ഭഗവാനാണ്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ പറയുന്നു, പിതാമഹസ്യ ജഗതോ, ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും പിതാവ് ഭഗവാനാണ്. എല്ലാ ജീവജാലങ്ങളിലും ജീവൻ നൽകുന്ന പിതാവ് ഭഗവാനാണ്. മാതാ ധാത, അമ്മയായിട്ടിരിക്കുന്നതും സംരക്ഷകനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് അല്ലെ. സംരക്ഷിക്കുന്ന വ്യക്തിയാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് യഥാർത്ഥ സംരക്ഷണം നൽകുന്നത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വിചാരിച്ചില്ലെങ്കിൽ, ഭഗവാന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല. പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നുണ്ട്, ഭഗവാൻ ഒരു വ്യക്തിയുടെ കാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെയോ ഡോക്ടറുടെയോ ഒക്കെ സാന്നിധ്യത്തിലാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് തുടർന്ന് ജീവിക്കാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ ഒരു വ്യക്തിയെ സംരക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ആർക്കും ഒന്നും ചെയ്യാനും സാധിക്കില്ല. യഥാർത്ഥ സംരക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഒക്കെ മാതാവും നമ്മുടെയൊക്കെ ധാതാവും, സംരക്ഷകനും. യഥാർത്ഥ സംരക്ഷകനും ഭഗവാൻ തന്നെയാണ്. മറ്റുള്ളവർക്ക് ആർക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഭഗവാന് നമ്മളെ സംരക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭഗവാൻ യഥാർത്ഥ പിതാവും യഥാർത്ഥ മാതാവുമാണെന്ന് പറയുന്നു. ഇനി ഭഗവാൻ പറയുന്നു, ധാതാ പിതാമഹ, പിതാമഹനായിട്ടിരിക്കുന്നതും ഭഗവാനാണ്. കാരണം എന്താണ്? ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായിട്ട് അറിയപ്പെടുന്നത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവാണ് എല്ലാവരുടെയും പിതാവ്, ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരുടെയും. മനുവിന്റെയും പിതാവ്, മനുഷ്യവംശത്തിന്റെ പിതാവായിട്ടുള്ള മനുവിന്റെയും പിതാവാണ് ബ്രഹ്മാവ്.
ആ ബ്രഹ്മാവിന്റെയും പിതാവാണ് ഭഗവാൻ. അല്ലെ, ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവ് ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാനെ പിതാമഹൻ എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, എല്ലാ ജഗത്തിന്റെയും പിതാവായിട്ടിരിക്കുന്നതും മാതാവായിട്ടിരിക്കുന്നതും പിതാമഹനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാ ജീവാത്മാക്കളുടെയും ഉറവിടം എന്ന് പറയുന്നു. വേദ്യം പവിത്രം ഓംകാരം, ഇത് നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. വേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ട വ്യക്തി. വേദങ്ങളിലൂടെ നമ്മൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ ആരെയാണ്? ഭഗവാനെ തന്നെയാണ്. വേദശ്ച സർവേർ അഹമേവ വേദ്യോ. വേദം പഠിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ഞാൻ വേദം പഠിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വ്യക്തിയുടെ വേദപഠനം പൂർത്തിയായിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി വേദമൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഭഗവാനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വേദങ്ങളുടെ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അല്ലെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേദം സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അതും ഭഗവാൻ പറയുന്നുണ്ട്. യാവാൻ അർത്ഥോദപാനെ സർവത സംപ്ലുതോദകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ബ്രാഹ്മണൻ ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിക്ക് പിന്നെ വേദം കൊണ്ട് എന്താണ് പ്രയോജനം? ഓൾറെഡി അദ്ദേഹം ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞു. ഭഗവാനെ മനസ്സിലാക്കാനാണ് വേദം. അപ്പൊ വേദം മുഴുവൻ പഠിക്കുന്നതിന്റെ പ്രയോജനം നമ്മൾക്ക് എങ്ങനെ കിട്ടും? ഭഗവാനെ മനസ്സിലാക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഭഗവാനെ സേവനം ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കും. അത് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്. വേദ്യം പവിത്രം ഓംകാരം ഋക്സാമ യജുരേവച. പവിത്രമായിട്ടിരിക്കുന്നതും ഭഗവാനാണ്. എല്ലാവരെയും ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന വ്യക്തി, എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്ന വ്യക്തി, എല്ലാ പാപങ്ങളും ഇല്ലാതാക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ പവിത്രം എന്ന് പറയുന്നത്. പവിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുന്നത് എന്നാണ് അർത്ഥം. ഭഗവാൻ എല്ലാറ്റിനെയും ശുദ്ധീകരിക്കാൻ സാധിക്കും. അല്ലെ, സൂര്യന് എല്ലാ അഴുക്കുചാലിൽ നിന്നുള്ള വെള്ളത്തിനെയും എടുത്ത് ശുദ്ധീകരിക്കാൻ സാധിക്കും. അതാണ് ശുദ്ധമായിട്ടുള്ള മഴവെള്ളമായിട്ട് പെയ്യുന്നത്. ഏത് അഴുക്കുചാലിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും സൂര്യന്റെ ശക്തി കൊണ്ട് അത് ശുദ്ധജലമായിട്ട് മാറും. അതേപോലെ ഏതുവിധ പാപകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ശുദ്ധനായിട്ടുള്ള വ്യക്തിയായിട്ട്, ധർമാത്മാവായിട്ട് മാറും. അങ്ങനെയുള്ള ശക്തി ഭഗവാനുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പവിത്രമാണെന്ന് പറയും. അതുകൊണ്ടാണ് ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറയുന്നത്. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഭഗവാനെ ശരണം പ്രാപിക്കൂ, ഭഗവാൻ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കും. കാരണം ഭഗവാൻ പവിത്രമാണ് എന്ന് പറയുന്നു. വേദ്യം പവിത്രം ഓംകാരം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓംകാരം എല്ലാ വേദമന്ത്രങ്ങളിലും തുടക്കത്തിൽ തന്നെ ഓംകാരം ഉണ്ടാകും. ആ ഓംകാരം ഇവിടെ ഭഗവാൻ തന്നെയാണെന്ന് പറയും. നമ്മൾ ഓം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെയാണ് പറയുന്നത്. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുന്നുണ്ടെങ്കിൽ അതിൽ ഓംകാരമുണ്ട്. കാരണം എന്താണ്? കൃഷ്ണൻ ഓംകാരമാണ്. നമ്മൾ കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. ഓംകാരം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഭഗവാന്റെ നാമമുണ്ട്, അത് ഓംകാരം തന്നെയാണ്. പവിത്രം ഓംകാരം ഋക്സാമയജുരേവച. എല്ലാ വേദങ്ങളും ഭഗവാൻ തന്നെയാണെന്ന് പറയും. കാരണം വേദങ്ങളൊക്കെ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്? വേദങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അല്ലെ, ജനങ്ങൾക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് നൽകാൻ വേണ്ടി ഭഗവാനിൽ നിന്ന് തന്നെയാണ് വേദങ്ങളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. തേനെ ബ്രഹ്മഹൃദ ആദികവയെ മുഖ്യം ദിയത് സൂര്യ എന്ന് ഭാഗവതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദ്യമായിട്ട് വേദമന്ത്രങ്ങളൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് ബ്രഹ്മാവിനാണ് എന്ന് പറയും. അപ്പൊ ഭഗവാനിൽ നിന്നാണ് വേദമന്ത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു വേദ്യം പവിത്രം ഓംകാരം ഋക്സാമ യജുരേവച. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത്, വ്യത്യസ്തമായിട്ടുള്ള ആരാധനകളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഇതെല്ലാം ഭഗവാനെ ആരാധിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. വേദം പഠിക്കുന്നതും മന്ത്രങ്ങൾ പഠിക്കുന്നതും നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഭഗവാന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ആയിരിക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം.
അല്ലെങ്കിൽ നമ്മൾക്ക് ഈ അധ്യായത്തിലെ ശ്ലോകം വായിക്കാം. ഓക്കെ, അപ്പൊ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പിച്ചാപ്പന്റെ കാര്യം പറഞ്ഞില്ലേ? പിച്ചാപ്പൻ യെസ്.